ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആദർശിനെ പോലെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ആദ്യം ഒരു ആൺകുഞ്ഞ് ജനിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് ചോദിക്കുന്നുണ്ടോ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ അനാമികയാണ്. അനാമിക വേണുവിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു ദേഷിച്ചൊക്കെ സംസാരിക്കുന്നത്. കാര്യം വെച്ചാൽ ആദ്യം അവരാണല്ലോ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത്, ഡിവോഴ്സിൻ്റെ ഒക്കെ. ഇവർ കൊടുത്ത കേസും കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് എന്തായാലും നമ്മളെ നവീൻ വക്കീൽ കോടതിയിൽ തെളിയിച്ചല്ലോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ എല്ലാം പരാജയമായി പോയില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം ഇങ്ങനെ പറഞ്ഞൊക്കെ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ അനാമിക. പിന്നെ കാണിക്കാൻ നമ്മളെ നവീനെയും അതുപോലെ നമ്മൾ അനിയെ കേട്ടോ. അപ്പോഴത്തേക്ക് നവീനാണെങ്കിൽ അനിയടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ ഒരാളെന്നെ വല്ലാതെ അങ്ങ് സ്വാധീനിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട് ആരാന്ന് പറ, നീ ആളെ ഒന്ന് ചൂണ്ടി കാണിച്ചു തന്നാൽ മതി, ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവീൻ്റെ വായിന്ന് ആ പേര് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ അനിയാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്തായിരിക്കും ഇത്രയും ഫ്രണ്ട്സായിട്ടും നമ്മളെ നവീൻ്റെ അടുത്താണെങ്കിൽ അനി നമ്മളെ നന്ദുവിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദു ആണെങ്കിൽ ഒരു പയ്യനെ റോട്ടിയിട്ട് ഇടിക്കുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അതിന് ശേഷമല്ല നമ്മളെ ദേവേനെയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി എൻ്റെ മോളെ ഞാൻ ഇടം വല്ലതും തിരിയാൻ ഞാൻ താമസിക്കത്തില്ല, എൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദേവേനാണെങ്കിൽ നമ്മൾ നയനെ പിടിച്ച് നെറ്റിയിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.